നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാന നഗരസഭയിലെ ബിജെപി ഭരണത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വരികയാണ്. മാലിന്യ നീക്കം ഫോട്ടോഷൂട്ടായി മാറിയെന്നും മൂക്ക് പൊത്താതെ നഗരത്തിലൂടെ നടക്കാൻ കഴിയില്ലെന്നായിരുന്നു മന്ത്രിയുടെ വിമർശനം. നഗരസഭാ ഭരണം ദുസ്സഹമാണെന്നും തെരുവിളക്കുകൾ കത്തുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ശ്രീലേഖയ്ക്കും ടി പി സെൻകുമാർ എന്നിവർക്കെതിരെയും വിമർശനം ഉന്നയിച്ചു. നഗരസഭയ്ക്കുള്ളിലെ കുടിവെള്ള പ്രശ്നത്തിന് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമില്ലെന്ന മേയറുടെ വാദം പരിഹാസ്യമാണ്. നഗരസഭാ ഭരണത്തിനെതിരെ പ്രക്ഷോഭം ഉയർന്നു വരികയാണ്. പോടാ പുല്ലേ പോലീസ് എന്ന മുദ്രാവാക്യത്തിന് മുൻകൂർ പ്രാബല്യമുണ്ടോ? സർവീസിലിരിക്കെ ഇവർ എടുത്ത നടപടികൾ പുനഃപരിശോധിക്കണം എന്നൊക്കെയാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. സൂര്യാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ രാവിലെ 11 മണി മുതൽ വൈകിട്ട് 3 മണി വരെ ജോലി ഒഴിവാക്കണമെന്ന സർക്കുലർ ഇറക്കിയിട്ടുണ്ടെന്നും പല തൊഴിലുടമകളും ഇത് പാലിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം നഗരസഭയുടെ ഇന്നത്തെ അവസ്ഥ കാണുമ്പോൾ ഒരു മുൻ മേയർ എന്ന നിലയിൽ തനിക്ക് വലിയ വിഷമമുണ്ടെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. നഗരത്തിലെ തെരുവുകളിലൂടെ ഒന്ന് നടന്നു നോക്കൂ. മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലൂടെ വായ മൂടിക്കെട്ടി നടക്കേണ്ട അവസ്ഥയാണ് ജനങ്ങൾക്ക്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ പലയിടങ്ങളിലും താളം തെറ്റി. മാലിന്യ സംസ്കരണം കേവലം ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയോ റീൽ ഷൂട്ടോ ആയി മാറി. നിയമം അനുശാസിക്കുന്ന പ്രാഥമിക കടമകൾ പോലും കഴിയാത്തവർ എന്തിനാണ് ഈ കസാരയിൽ ഇരിക്കുന്നത് എന്ന് ജനങ്ങൾ സംശയിക്കുകയാണെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. അലംഭാവത്തിന്റെ പര്യായമായി നഗരഭരണം മാറിയിരിക്കുന്നു എന്നതും അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണെന്നും മന്ത്രി പറഞ്ഞു. തെരുവ് നായ ശല്യ കാരണം വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും പേടി കൂടാതെ പോകാൻ കഴിയുന്നില്ല. പരിഹാരം കാണേണ്ടവർ കുരുങ്ങിക്കിടക്കുകയാണെന്നും രാത്രിയിൽ നഗരം ഇരുട്ടിലാണ്. വാട്ടർ അതോറിറ്റിയെ കുറ്റം പറഞ്ഞ് കുടിവെള്ള പ്രശ്നത്തിൽ നിന്ന് നഗരസഭയ്ക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന രീതി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെയും തിരുവനന്തപുരം കോർപ്പറേഷനെ മന്ത്രി കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഇതിന് മറുപടിയായി മേയർ വി രാജേഷും രംഗത്തെത്തിയിരുന്നു. നഗരത്തിലെ മാലിന്യ സംസ്കരണം അവതാളത്തിലാക്കിയത് വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണെന്നും വിളപ്പൻശാല എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയമാണെന്നാണ് വി രാജേഷ് പറഞ്ഞത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, മാലിന്യ സംസ്കരണം എന്ന് കേൾക്കുമ്പോൾ കേരളത്തെ മുഴുവൻ ഭയപ്പാടിലാക്കുന്ന തരത്തിലാണ് CPM പ്രവർത്തിച്ചത്. വി ശിവൻകുട്ടിയുടെ ആവേശം തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന മെയ് 4 ആകുമ്പോൾ അടങ്ങുമെന്നും മേയർ പരിഹസിച്ചു. ഏതായാലും ഈ 4 മാസം കൊണ്ട് നമുക്കറിയാം, ജനുവരിയിലാണ് പുതിയ കോർപ്പറേഷൻ BJP ഭരണം അധികാരത്തിൽ വന്നത്. ഈ 4 മാസം കൊണ്ട് ഈ നഗരം മുഴുവൻ ഇത്രയും മാലിന്യ കുംഭാരമാകുമെന്ന് തോന്നുന്നില്ല. അതിനു മുൻപ് ആരായിരുന്നു ഇവിടെ വർഷങ്ങളോളം ഭരിച്ചിരുന്നത്? ആ ഭരിച്ചിരുന്നവരുടെ എന്ത് കാട്ടി എന്നുള്ളത് കൂടി നമുക്കിവിടെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഏതായാലും വി രാജേഷ് അടക്കം പല മേഖലകളിലും ഇത്തരത്തിൽ അവിടെ മാലിന്യം നീക്കം ചെയ്യുമ്പോൾ നേരിട്ടെത്തിയാണ് കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നത്. ഇതിനെയാണ് മന്ത്രി വി ശിവൻകുട്ടി അവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് എന്നൊക്കെ പരിഹസിച്ചത്. ഏതായാലും കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പും വി രാജേഷ് ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് വായിക്കാം. മഞ്ചിയൂർ ജനറൽ ആശുപത്രി റോഡിന്റെ വലതുഭാഗത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡ്, PWD, സ്മാർട്ട് സിറ്റി എന്നിവരുടെയൊക്കെ ഉത്തരവാദിത്തമുള്ള റോഡുകളാണ്. ഇവയുടെ സൈഡിലായി വെള്ളം ഓടയിലേക്ക് ഒഴുകുവാനുള്ള ഓപ്പണിങ്ങുകൾ ഉണ്ട്. എന്നാൽ യഥാസമയം ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഇവയൊക്കെ മണ്ണ് മൂടി നിറഞ്ഞിരിക്കുകയാണ്. മഴ വന്നാൽ വെള്ളം അതിനകത്ത് ഇറങ്ങാതെ റോഡിൽ കെട്ടി നിൽക്കും. മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ശുചീകരണത്തിനായി രംഗത്തിറങ്ങുന്നത് കാത്തു നിൽക്കാതെ ശ്രീകണ്ഠേശ്വരം സർക്കിളിലെ കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളികൾ മണ്ണ് മാറ്റുവാൻ ആരംഭിച്ചു. മാറ്റിയ മണ്ണ് കരയിൽ തന്നെ കൂട്ടിവെച്ചാൽ അടുത്ത മഴയത്ത് വീണ്ടും ഓടയിൽ ഇറങ്ങി നിറയുമെന്നതിനാൽ ഉടൻ തന്നെ വാഹനം എത്തിച്ച് മാറ്റി തുടങ്ങി. ഇന്നലെ രാവിലെ കണ്ണമൂല വാർഡിൽ ശുചീകരണ തൊഴിലാളികൾക്കൊപ്പം ചിലവഴിച്ചതുപോലെ ഇന്ന് രാവിലെയും കുറച്ചു സമയം മഞ്ചൂർ വാർഡിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട്. ആ തൊഴിലാളികൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള അവിടെ ക്ലീനിങ്ങിന്റെ ചിത്രങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ വി രാജേഷ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ആ ചിത്രങ്ങളും പോസ്റ്റ് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതായത് ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടത്താതെ അവിടെ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള അഴുക്ക് ഒലിച്ചു പോകാനുള്ള ചാലുകളൊക്കെ തന്നെ മണ്ണ് മൂടി അവിടെ ഇപ്പോൾ വലിയ തടസ്സം രൂപപ്പെട്ടിരിക്കുകയാണ്. അതൊക്കെ ഒന്നേന്ന് തുടങ്ങി ക്ലീൻ ചെയ്യുന്ന പുതിയ കോർപ്പറേഷന്റെ നീക്കത്തെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനിടയിലാണ് മന്ത്രി ഇപ്പോൾ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. പുറത്തിറങ്ങി മൂക്ക് പൊത്തിയിട്ടേ നടക്കാൻ സാധിക്കുന്ന കൊണ്ട് പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ ഈ ജനുവരിയിൽ അധികാരത്തിലേറുന്നതിന് മുൻപേ
പൊതുവെ ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനൊക്കെ തന്നെ എന്താണ് മുൻപ് അദ്ദേഹത്തിൻ്റെയൊക്കെ പാർട്ടി ഭരിച്ചിരുന്ന കോർപ്പറേഷൻ ചെയ്തിരുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇതേ അഴുക്ക് ചാലിൽ കിടന്നാണ് നമുക്കറിയാം ജോലിക്കായിട്ട് ഇറങ്ങിയ ഒരു തൊഴിലാളി മരിച്ച വാർത്ത നമ്മൾ വളരെ കേരളം ഞെട്ടലോടുകൂടി തന്നെ കണ്ടത്. അതൊക്കെ മുൻ മേയർ ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്താണ് അതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അതൊക്കെ കൂടി ഒന്ന് മന്ത്രി വി ശിവൻകുട്ടി പരിശോധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുമെന്ന് മാത്രമേ പറയാനുള്ളൂ.